ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെയും ഒരു 10 ദിവസം കൂടെ നൽകിയിരിക്കെ ആണ്ടവരുടെ സന്നിധിയിൽ നമുക്ക് വരുവാൻ തക്കോണം ആണ്ടവർ നമുക്ക് ഒരു ദിവസം കൂടെ നീട്ടിത്തന്നാച്ച് എത്ര മഹാഭാഗ്യം. നമ്മൾ ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് ജീവിപ്പാൻ തക്കോണം ആണ്ടവർ നമ്മുടെ കൃപ കാണിച്ചാച്ച്. അതല്ലാതെ ഒന്നും തന്നെ പറവാൻ നമുക്ക് സാധ്യമേ കിടക്കാതെ. എന്നാൽ നമുക്ക് നമ്മുടെ ചിന്താ വിഷയം അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ തോട്ട്സ് നമുക്ക് എഫെസ്യ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം മുതൽ നമുക്ക് കീഴോട്ട് നമുക്ക് വാസിച്ചിടാം. 5-ാം വാക്യം നമ്മൾ നേരത്തെ നമ്മൾ കൊഞ്ചം ചിന്തിച്ചാച്ചേ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ 6-ാം വാക്യത്തിലേക്ക് നമുക്ക് പോയിടാം. 5-ാം വാക്യത്തിൽ എന്നാ சொல்லுது? ദുർനടപ്പക്കാർ, അശുദ്ധർ, വിഗ്രഹാരാധി, ദ്രവ്യാഗ്രഹി ഇവർ ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെ ആയത്തിൽ അവകാശമില്ല. ഇங்கே என்ன சொல்லுது? 4 കൂട്ടം പേരെ അവരെ അപ്പോസ്തലനായ പൗലോസ് പേർ ചൊല്ലിയാച്ച്. അത് 4 കൂട്ടം ആരൊക്കെ? ദുർനടപ്പക്കാർ. നേരത്തെ നമ്മൾ 3-ാം വാക്യത്തിൽ നമ്മൾ പാത്ത 3-ാം വാക്യത്തിൽ നമ്മൾ പാത്താച്ച്. എന്നെ പാത്താച്ച് ദുർനടപ്പക്കാർ ആണ്ടവർക്ക് ചിത്തമല്ലാത്ത രീതിയിൽ നടക്കുന്ന ആൾക്കാർ. അതിനെപ്പറ്റി ഞാൻ അത് റിപ്പീറ്റ് പണ്ണുന്നില്ല. അത് തന്നെയല്ല അശുദ്ധർ അൺഹോളി പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ വിശുദ്ധിയെ கிடைக்காതെ അതുതാണ് അശുദ്ധർ എന്ന് சொல்லுது. അതുമല്ല വിഗ്രഹാരാധി. ഞാൻ നേരത്തെ ചൊല്ലിയത് വിഗ്രഹാരാധി എന്ന് പറഞ്ഞാൽ ആണ്ടവരെ അല്ലാതെ വേറെ ആർക്ക് നിങ്ങൾ മുഖ്യസ്ഥാനം കൊടുക്കരുത്. അത് വിഗ്രഹാരാധന. അത് ആണ്ടവർക്ക് താൻ മുഖ്യസ്ഥാനം നീ കൊടുക്കണം. ആണ്ടവർക്ക് മുഖ്യ സ്ഥാനം കൊടുക്കാതെ നമ്മൾ ആണ്ടവർക്ക് പകരം നിങ്ങൾക്ക് മുഖ്യസ്ഥാനം കൊടുക്കുമോ? അത് ആണ്ടവരുടെ ഭാഷയിൽ എന്നാ சொல்லுது? അത് വിഗ്രഹം. ശരിதான். നമ്മൾ മൂർത്തി അല്ലെങ്കിൽ ഇമേജസ് അല്ലെങ്കിൽ ഐഡൽസ് എല്ലാം എന്നെ കൊണ്ടുവരും. അതും ഒരു മൂർത്തി പൂജ താൻ. എന്നാൽ അതിലും ഇங்கே பெரிய காரியம் என்ன சொல்லுது? ആണ്ടവർക്ക് മുഖ്യസ്ഥാനം കൊടുക്കണം. അവൻ്റെ ചിത്തം അനുസരിച്ച് നടക്കണം. അതുതാൻ മുഖ്യ വിഷയം. നിങ്ങൾ ആണ്ടവരുടെ ചിത്തം അനുസരിച്ച് നടക്കാതെ, നീ ആണ്ടവരെ നേസിക്കാതെ നിങ്ങൾ എന്നെ പണ്ടുക നിങ്ങൾ വേറെ എന്തിനു നീ ഇത് കൊടുത്താലും അത് എല്ലാമേ അത് മാത്രമല്ല വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ നമ്മൾ ആണ്ടവർ ചൊല്ലിയാച്ച്. നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചാച്ച്. എന്നാ പഠിച്ചാച്ച്? ആണ്ടവരുടെ രൂപം ആരുമേ പാക്കാതെ. ആണ്ടവരുടെ രൂപം ആരുമേ പാക്കാതുമ്പോൾ നിങ്ങൾ എപ്പോഴും അവൻ്റെ രൂപം ഉണ്ടാക്കിയിടും. അന്നേരം നിങ്ങൾ രൂപം ഉണ്ടാക്കുന്നത് നിങ്ങൾ ആണ്ടവരെ നീ ഇൻസൾട്ട് പണ്ണുക, അല്ലെങ്കിൽ ആണ്ടവർക്ക് നീ ദ്രോഹം പണ്ണുക, ആണ്ടവർക്ക് നീ ദുഷ്ടത പണ്ണുക, ആണ്ടവരെ നീ പെരിയവനായ ആണ്ടവരെ നീ ചിന്നയാക്കുക, ചെറിയതാക്കുക. അത് ரொம்ப മോശം താൻ. അതുകൊണ്ട് വിഗ്രഹാരാധന ഇങ്ങനെ சொல்லுது. അത് മാത്രമല്ല അത്യാഗ്രഹം. അതായത് നമ്മൾ മറ്റുള്ളവരെ കാര്യങ്ങൾ നോക്കി. അതിനെപ്പറ്റിയൊക്കെ ഞാൻ നേരത്തെ വിസാരിച്ച ഞാൻ ചൊല്ലിയാച്ചേ. അത് അത്യാഗ്രഹം. അതായത് നമുക്ക് തേവപ്പെടാത്തത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുക. അതുതാണ് നമ്മൾ അത്യാഗ്രഹം. അത് നമ്മൾക്ക് ചെയ്യുന്നതിൽ ആണ്ടവർ നമ്മളോട് ചൊല്ലിയിരിക്കുക, നീ അപ്പടി ചെയ്യാതെ നിങ്ങളിടയിൽ പേര് പറയുക പോലും പറഞ്ഞു. ഈ 4 കാര്യത്തിൻ്റെ പേര് പോലും നീ ചൊല്ലാതെ, ഈ 4 കാര്യവും ആണ്ടവർ ചൊല്ലുക, അതിൻ്റെ പേര് പോലും നീ ചൊല്ലാതെ എന്ന് ചൊല്ലിയാൽ അത്രയ്ക്ക് തപ്പാണ് ആണ്ടവരുടെ കൺമുമ്പിൽ. ആണ്ടവർ പാക്കുമ്പോൾ അത് പെരിയ തപ്പ് താൻ. എന്നാൽ നമ്മൾ 6-ാം വാക്യത്തിൽ എന്നെ വായിക്കുന്നത് പിന്നെ കൂടുതൽ നമ്മൾ വാസിക്കാൻ പറ്റും. വ്യർത്ഥവാക്കുകൾ ആരും നിങ്ങളെ ചതിക്കരുത്. അതായത് തപ്പായ മെസ്സേജ് കൊണ്ടുവന്ന് നിങ്ങളെ തപ്പായി നടത്താൻ തക്കോണം നിങ്ങൾ ഇടയാവാതെ. അല്ലെങ്കിൽ എന്നാ നമ്മൾ ഇപ്പടി ചൊല്ലാം. ഇപ്പം വന്ന ആൾക്കാർ ചൊല്ലും, നീ ഈ മിറാക്കൾ കണ്ടാച്ചേ, അല്ലെങ്കിൽ ഞാൻ ഇത് കണ്ടാച്ചേ, അല്ലെങ്കിൽ ഞാൻ അത് കണ്ടാച്ചേ, ഞങ്ങളുടെ പാസ്റ്റർ അവൻ ചെയ്യുന്ന പെരിയ കാര്യങ്ങളൊക്കെ നമുക്ക് വർണ്ണിക്കാൻ, അവൻ്റെ മെസ്സേജ് ഒക്കെ ரொம்ப நல்லது. അതെല്ലാം എന്നാ சொல்லுங்கள்? അത് ரொம்ப സ്പിരിച്വൽ. അത് ആക്ച്വലി അത് ഫൈനാൻഷ്യൽ താൻ. അതായത് പൈസയെ മോഹിച്ച് നമ്മൾ കാമിക്കുന്നത് താൻ. അതായത് അവൻ്റെ പർപ്പസ് എന്നാ പർപ്പസായിരിക്കണം? ആണ്ടവരെ മഹത്വപ്പെടുത്തുന്നതല്ല, അവൻ്റെ വയറ് നിറയ്ക്കണം. അതുതാൻ അവൻ്റെ ചിന്ത. നീ അവൻ്റെ വയറ് നിറയ്ക്കാൻ വേണ്ടി അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് തപ്പായ
കാര്യം. അതുകൊണ്ടാണ് ഇങ്ങനെ ചൊല്ലിയിരിക്കുന്നത്, എന്നെ ചൊല്ലുന്നത് വ്യർത്ഥ വാക്കുകളാൽ നിങ്ങളെ തപ്പുവണ്ണുന്ന രീതിയിൽ, നിങ്ങളെ തെറ്റിക്കുന്ന രീതിയിൽ, നിങ്ങളെ ആണ്ടുവരുന്ന പക്കത്തു നിന്ന് മാറ്റിക്കൊണ്ടുവന്ന രീതിയിൽ നിങ്ങളോട് വചനങ്ങൾ ചൊല്ലി നിങ്ങളെ തപ്പ് കാണിച്ച് അവർ പറയുന്നത് നമ്മൾ വിശ്വസിച്ച് നമ്മൾ അവരുടെ മോഹങ്ങളിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ അകപ്പെട്ട് നമ്മൾ ആണ്ടവരെ നിങ്ങൾ വിട്ട് ഒളിഞ്ഞ് നിങ്ങൾ എന്നാ பண்ணுവ, നിങ്ങൾ അവരുടെ പിന്നാലെ പോയിടുക. നിങ്ങൾ ആരുടെ പിന്നാലെ തന്നെ പോകണം? ആണ്ടവരുടെ പിന്നാലെ. അതുകൊണ്ട് തന്നെ നമ്മൾ വാസിക്കുമ്പോൾ ഞാൻ വാക്യം നിങ്ങൾക്ക് കാണിപ്പിച്ചു തരാം. എന്നാ ചൊല്ലുന്നത്, നിങ്ങൾ ആരുടെ ഉപദേശം കേട്ടാലും അത് കേട്ടിട്ട് നിങ്ങൾ വചനമെടുത്ത് അല്ലെങ്കിൽ ബൈബിൾ എടുത്ത് അത് പരിശോധിച്ച് നോക്കണം. ഈ വചനം ശരിയാ തപ്പാ ഇവൻ ചൊല്ലുന്നത്, അവൻ്റെ മോട്ടീവ് എന്താ, അല്ലെങ്കിൽ അവൻ്റെ ഇച്ഛ എന്താ, അവൻ എന്നാണ് ഇതിൽ കൂടെ ഈ പറയുന്ന വാക്യത്തിൽ കൂടെ അവൻ എന്നാണ് ആഗ്രഹിക്കുന്നത്? ആണ്ടോർക്ക് ചിത്തമാണോ അതോ അവൻ്റെ ചിത്തമാണോ അവനെ ചെയ്യുന്നത്? അതുകൊണ്ട് നീ എപ്പോൾ ആര് കേട്ടാലും, ഇപ്പം ഞാൻ നിങ്ങളോട് പേശുന്നത് നിങ്ങൾ അപ്പടിയെ വിശ്വസിക്കാതെ നിങ്ങൾ എന്നെ പാക്കണം, നിങ്ങൾ വചനം എടുത്ത് പാക്കണം. വചനത്തിൽ ഇപ്പടി താൻ എഴുതി വെച്ചിരിക്കുന്നത്, വചനത്തിൽ അപ്പടിയാണെങ്കിൽ മറ്റും താൻ നിങ്ങൾ വിശ്വാസം, അതല്ലെങ്കിൽ എല്ലാമേ തപ്പ് താൻ. അപ്പടി തപ്പ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് ആണ്ടവർക്ക് ചിത്തമല്ല. അപ്പടി ആകുമ്പോൾ നിങ്ങൾ എന്നെ പറ്റും, ആണ്ടവരെ വിട്ട് നിങ്ങൾ പോയിടും. അതുകൊണ്ട് ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസിന് വ്യർത്ഥ വാക്കുകൾ ആരും നിങ്ങളെ ചതിക്കരുത്. അതായത് തപ്പായ വാക്യങ്ങൾ ചൊല്ലി, തപ്പായ കാര്യങ്ങൾ ചൊല്ലി നിങ്ങളെ ആണ്ടുവരുന്ന പക്കത്തിൽ നിന്നും കൊണ്ടുപോകാതിരിക്കാൻ നിങ്ങളെ തന്നെ ജാഗ്രതയായിരിക്കണം. അതായത് നിങ്ങൾ ജാഗ്രതയായിരുന്നില്ലെങ്കിൽ എന്നെ പറ്റും, നിങ്ങളുടെ വഴിയിൽ കൊണ്ടു. അത് സാത്താൻ്റെ വഴിതാൻ, അത് ദൈവത്തിൻ്റെ വഴിയല്ല. നിങ്ങൾ ആണ്ടവർക്ക് ചിത്തമല്ലാത്ത ചെയ്യുന്നത് പിശാചിൻ്റെ വഴിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എங்கே പോയിടും? നരകത്തിൽ തന്നെ പോയിടും. അതായത് നിങ്ങളെ തപ്പായി നിങ്ങളെ കൊണ്ടുപോയി നിങ്ങൾ എന്നെ പറ്റിയിടും, നിങ്ങളെ നരകത്തിലേക്ക് അവൻ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവൻ തപ്പായ കാര്യങ്ങൾ ചൊല്ലി, അതായത് നിങ്ങളെ കൊണ്ടും. ഇന്നൊക്കെ നമ്മൾ മീറ്റിങ്ങിലൊക്കെ പോകുമ്പം നമുക്ക് ഇതിനകത്ത് മിറാക്കിൾസ് ഇരിക്കെ, അല്ലെങ്കിൽ അതിശയകർമ്മങ്ങൾ പാക്കതെ, അത്ഭുതങ്ങൾ കാണിക്കതെ, അത്ഭുതങ്ങൾ അല്ലെങ്കിൽ രോഗശാന്തി കാണിക്കരുത്. അല്ലെങ്കിൽ നിങ്ങളോട് ചൊല്ലി, നിങ്ങൾ ആണ്ടവരെ വിശ്വസിച്ചാൽ നിനക്ക് ധനം കൂടി വന്നിടും. ഇതെല്ലാം തപ്പായ മിനിസ്ട്രി താൻ, ഇതെല്ലാം തപ്പായ. അതായത് ആണ്ടവർ എന്നാ ചൊല്ലുന്നത്, നമുക്ക് എന്നാ ഭാഗ്യം തന്നിരിക്കുന്നത്? ഞാൻ നേരത്തെ ചൊല്ലിയാച്ചു, നമുക്ക് നൽകിയിരിക്കുന്ന ഭാഗ്യം എന്നത് ആത്മീയ വരം എന്ന് പറഞ്ഞാൽ ആണ്ടവരുടെ വരം. ആണ്ടവരായ തകപ്പനാർ ഏതൊക്കെ വരം തൻ്റെ പുത്രനെ കൊടുത്ത്, അത് ആണ്ടവരായ യേശുക്രിസ്തുവിന് കൊടുത്ത്, ആ വരങ്ങൾ താൻ നൽകിയിരിക്കുന്നത്. നമ്മൾ പിന്നെയും വാസിച്ചാച്ചേ നമ്മൾ ഈ ലോകവാസിയല്ല. ഇങ്ങനെ നമുക്കൊന്നുമേ കിടക്കാതെ ഇങ്ങനെ നമ്മൾ വിചാരിക്കുക, എനിക്ക് ഇത് കിടക്കും അത് കിടക്കും. അല്ല, വി ആർ എ സ്ട്രേഞ്ചർ. അല്ലെങ്കിൽ നമ്മൾ ഒരു പരദേശിതാണ്. നമ്മൾ താൻ ഈ ലോകത്തിൽ ഇങ്ങനെ കൊഞ്ച നാൾക്ക് താൻ നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ വസിക്കുന്നത്. ഈ കൊഞ്ച നാളിൽ നമുക്ക് എന്നാ പണണം? ആണ്ടവർക്ക് ചിത്തമായ നമ്മൾ പണണം. നമുക്ക് ആണ്ടവർക്ക് ചിത്തമായി പണ്ണാതിരുന്നാൽ എന്നാ പറ്റും? നമ്മൾ ആണ്ടവരിൽ നിന്നും നമ്മൾ പണിടും. ഞാൻ ഒരു ചെറിയ സ്റ്റോറി എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ ചൊല്ലിടാം. ഞാൻ കല്യാണം ശേഷം എനിക്ക് വേറെ ഒരു രാജ്യത്തിൽ എനിക്ക് വേലയ്ക്ക് പോകേണ്ടി വന്നു. എൻ്റെ വൈഫ് ഒരു രാജ്യത്തിൽ, ഞാൻ വേറൊരു രാജ്യത്തിൽ. അന്നേരം എന്നെ പറ്റി അത് ഞാൻ 6 മാസത്തേക്ക് ഞാൻ പോയച്ചു. 6 മാസം അങ്ങ് പോയപ്പം അങ്ങ് സെയിം കമ്പനി താൻ എനിക്ക് കൊഞ്ചം പ്രൊമോഷൻ പണ്ണാൻ വേണ്ടി അവരെ പാക്കാൻ വേണ്ടി ഞാൻ പോയത്. അവർ ചെയ്തപ്പം അവരുടെ ഇടയിൽ രമ്പ പോളിറ്റിക്സ്, അത് ചെയ്യുക സാറ് നിങ്ങൾക്ക് ഇതെല്ലാം പ്രയോജനമായിടും. അത് ഞാൻ എന്നാ വിചാരിച്ച தெரியுமா? ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത് 6 മാസത്തേക്ക്. എൻ്റെ ടൈം എന്താ? ഇങ്ങനെ 6 മാസം. 6 മാസത്തിൽ ഞാൻ ഇവരുടെ ഇടയിൽ ഞാൻ നിന്ന് എന്നെ പണിട്ട് എന്നാ കാര്യം? ഒരു കാര്യമേ ഇല്ല, ഒരു കാര്യമേ തേവപ്പെടാതെ അവരുടെ ഫൈറ്റ്. എനിക്ക് അതുമായിട്ട് യാതൊരു ഇതുമില്ല. എൻ്റെ മെയിൻ ഉദ്ദേശം എന്നാ? എൻ്റെ വിചാരം എന്താ? ഞാൻ 6 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇനി 2 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ ഞാൻ എங்கே പോയിടും? എൻ്റെ വൈഫ് എங்கே ഇരിക്കെ ഞാൻ അങ്ങേ പോയിടും. അങ്ങേ പോയിടുമ്പോൾ ഞാൻ എന്നെ പറ്റും? ഞാൻ അവളോടൊപ്പമായിരിക്കും. അവളോടൊപ്പമായിരിക്കുമ്പോൾ എനിക്ക് തേവപ്പെടാതെ അത് തന്നെ. ഇങ്ങനെ
ഞാൻ എന്നോട് சொல்லுது ഇങ്ങ നമ്മുടെ നോട്ടം എங்கே இருக்கே സ്വർഗീയ രാജ്യത്തിൽ, ഈ ലോകത്തിലെ രാജ്യത്തിൽ. ഈ ലോകത്തിൽ നമ്മൾ ചിന്ന സമയം നമ്മൾ ഇങ്ങനെ സ്പെൻഡ് பண்ணணும். ചിന്ന സമയം 100 വർഷം, അത് നമ്മൾ 100 വർഷം ചിന്ന വയസ്സാ. ആ 100 വർഷത്തിൻ്റെ അല്ല, നീ യുഗാനുയുഗം നീ വാസം പണ്ണുമ്പോൾ ഈ 100 വർഷം എത്രയൊക്കെ ഒരു കുമ്മിള് പോലത്തെ ആണ്ടിരിക്കും. അല്ലാതെ അതിൽ ജാസ്തി ഒന്നുമേ ഇല്ല. അതായത് ഇന്നേക്ക് ഇരിക്കെ നാളേക്ക് കാണാതെ, അല്ലെങ്കിൽ ഇന്ന സെക്കൻഡിലേക്ക് അടുത്ത സെക്കൻഡിൽ നമ്മൾ കാണാതെ, അതുதான் നമ്മുടെ ജീവിതം. അതായത് നമ്മുടെ ജീവിതം അപ്പടി ഇരിക്കുമ്പോൾ നമ്മൾ എന്നാ പണ്ണണം? നമുക്ക് തിരിയും. ഞാനിത് ഇപ്പം തന്നെ ഞാൻ ഇത് ഉടഞ്ഞു പോയിടും. അതായത് എനിക്ക് ഒരു പ്രദേശം ഇരിക്കെ, എനിക്കൊരു സ്വന്തം നാടിരിക്കെ, എൻ്റെ സ്വന്തം നാട് എங்கே ഇരിക്കെ, അത് സ്വർഗത്തിൽ എங்கே ആണ്ടവരായ തകപ്പനാര് വസിക്കുന്ന ഇടം. തകപ്പനാരെങ്കിൽ വസിക്കുന്നത് എൻ്റെ ആത്മമണവാളൻ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ എൻ്റെ ദൈവം ഇരിക്കുന്ന ഇടം, എൻ്റെ ദൈവം ഇരിക്കുന്ന ഇടം അത് സ്വർഗത്തിൽ. ഞാൻ സ്വർഗത്തിൽ താൻ പോകേണ്ടത്. എൻ്റെ വാസം സ്വർഗത്തിൽ. ഞാൻ അങ്ങ് ചെല്ലുമ്പോൾ ഞാൻ എന്നാ പറ്റും? ഞാൻ അവനോടൊപ്പം വാസം പണ്ണും. എനിക്ക് ഇതുമായിട്ട് യാതൊരുമില്ല. അത് மட்டுமല്ല, ഞാൻ എത്ര നാൾ അങ്ങ് വാസം പണ്ണും? அங்கே மரணமே கிடைக்காது. அங்கே மரணமே இல்லை, ரோகமே இல்லை, துக்கமே இல்லை, நெடுறுப்பு இல்லை, ஒன்றுமே இல்லாத നമ്മൾ വാസം പണ്ണുമ്പോൾ നമ്മൾ എന്നാ പറ്റും? ഈ ലോകത്തിലെ ഈ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ഇതെല്ലാമേ മാറിപ്പോയിടും. ഈ ലോകത്തിൽ കിടക്കുന്ന ധനം, എല്ലാ മോഹങ്ങൾ, വസ്തുക്കൾ എല്ലാമേ നമ്മൾ ഇങ്ങെത്താൻ വിട്ടിട്ട് പോയിടണം. അതായത് ഇങ്ങനെ വിട്ട് അങ്ങ് പോയിടുമ്പോൾ നമുക്ക് എന്നാ கிடைக்கும்? ആണ്ടവരോടൊപ്പം ഇരിക്കുമ്പോൾ സമാധാനം கிடைക്കും. നമുക്ക് ആത്മീയ അനുഗ്രഹങ്ങൾ கிடைക്കും. തകപ്പനായ ആണ്ടവർ എന്നൊക്കെ തൻ്റെ മകന് കൊടുത്തിരിക്കെ ആ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് கிடைக்கும். എത്ര വലിയ ഭാഗ്യം നമുക്ക് ആണ്ടവരെ ചൊല്ലിയിരിക്കുന്നത്. ആണ്ടവർ ചൊല്ലുന്നത് ആണ്ടവരുടെ വചനത്താൻ. അത് എൻ്റെ വചനമല്ല. ഞാൻ അതിനെല്ലാം വചനങ്ങളിരിക്കെ നമ്മളിനി പഠിക്കുമ്പോൾ, നമ്മൾ വാസിച്ച് പഠിക്കുമ്പോൾ ഞാനതെല്ലാം പിന്നെ എക്സ്പ്ലെയിൻ പണിയിടാം. അതുകൊണ്ട് നമ്മുടെ നോട്ടം എங்கே ഇരിക്കുകയും, നമ്മുടെ നോട്ടം ആണ്ടവർ തക്ക. ആര് എന്ത് മെസ്സേജ് തന്നാലും അത് നീ കേട്ടിട്ട് അത് ശരിയോ തപ്പോ എന്ന് വചനം വാസിച്ച് നീ പാക്കണം. അത് ശരിയോ തപ്പോ. അത് ശരിയല്ലെന്നുണ്ടെങ്കിൽ അത് എടുക്കാതെ, അത് തപ്പുതാൻ. അതുകൊണ്ട് നമുക്ക് എന്നെ പറ്റും? നമുക്ക് ദോഷം താൻ വരും. എനിവേ ഞാനെങ്കിൽ നിർത്തുക. ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. എനിക്ക് നിങ്ങളോടൊപ്പം പേശുവാൻ തക്കോണം ആണ്ടവർ നൽകിയിരിക്കുന്ന ഈ അവസരത്തിനായി ആണ്ടവർക്ക് സ്തോത്രം പണ്ണ. ആണ്ടവരുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.